നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കേറ്റ് ചോപ്പിൻ്റെ ഷോർട്ട് സ്റ്റോറിയാണ് ദ സ്റ്റോറി ഓഫ് ആൻ അവർ. അപ്പം കേറ്റ് ചോപ്പിൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഓതറാണ്. ആൻഡ് അതൊരു ഫീമെയിൽ റൈറ്ററാണ് കേട്ടോ. സോ ഈ അമേരിക്കൻ ഓഥറിൻ്റെ വർക്ക്സിനകത്ത് വരുന്നതെന്ന് പറയുന്നത് തീംസ് ആയിട്ട് വരുന്നത് പിന്നെ ഫീമെയിൽ ഇൻഡിപെൻഡൻസ് ആണ്. ആൻഡ് സെൻഷ്വാലിറ്റി ഒക്കെ തീമായിട്ട് വരുന്നുണ്ട്. മിസോറിയിലാണ് ഇവർ ജനിച്ചതൊക്കെ. ആൻഡ് അമേരിക്കൻ ഓഥറാണ്. ഷോർട്ട് സ്റ്റോറീസിലും നോവൽസിലുമാണ് ഇവരുടെ എക്സ്പെർട്ടീസ് ഉള്ളത്. അതായത് ഇവരുടെ റൈറ്റിംഗ് ഏരിയാസ് എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് നോവൽസ് ആണ്. ഫാമിലിയുടെ സപ്പോർട്ടോട് കൂടിയാണ് ഇവർ എഴുതി തുടങ്ങിയത്. ആൻഡ് ഹർ വർക്ക്സ് എന്ന് പറയുന്ന അവരുടെ സറൗണ്ടിങ്സ്, അവരുടെ എന്താ പറയുക കൾച്ചറിനകത്ത് വരുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് അവരുടെ വർക്ക്സിനെ കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത്. മോസ്റ്റ് ഫേമസ് വർക്ക് എന്ന് പറയുന്നത് ദി അവേക്കനിങ്ങും പിന്നെ നമുക്ക് പഠിക്കാനുള്ള ദ സ്റ്റോറി ഓഫ് ആൻ അവർ എന്നുള്ള ഷോർട്ട് സ്റ്റോറിയുമാണ്. ആൻഡ് ഫെമിനിസ്റ്റ് ലിറ്ററേച്ചറിലെ ഒരു സെലിബ്രേറ്റഡ് റൈറ്ററാണ് നമ്മുടെ കേറ്റ് ചോപ്പിൻ. സോ നമുക്ക് പഠിക്കാനുള്ള ഷോർട്ട് സ്റ്റോറിയുടെ ഇതൊന്ന് നോക്കാം. അത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1894 ദ സ്റ്റോറി ഓഫ് ആൻ അവർ എന്നുള്ള ഷോർട്ട് സ്റ്റോറി. മിസ്സസ് ലൂയിസ് മാലഡ് എന്നുള്ള സ്ത്രീയുടെ ഇമോഷൻസിനെ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അതായത് ആ സ്ത്രീക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഭർത്താവിൻ്റെ മരണത്തോടു കൂടി ഒരു കൈൻഡ് ഓഫ് ലിബറേഷൻ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടി. അപ്പോൾ സ്റ്റോറി ഒരു മണിക്കൂർ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് ആ കാര്യങ്ങൾ ആ ഒരു ടൈം ലിമിറ്റിലുള്ള ടൈം ഫ്രെയിമിലുള്ള കാര്യങ്ങളാണ് ഷോർട്ട് സ്റ്റോറിക്കകത്ത് പറഞ്ഞു പോകുന്നത്. അതായത് അവരുടെ ആ ഒരു ഫ്രീഡത്തിൻ്റെ ആ ഒരു ന്യൂ ഫൗണ്ട് ഫ്രീഡം, അതായത് ആഫ്റ്റർ ഹിയറിംഗ് ഹർ ഹസ്ബൻഡ്സ് ഡെത്ത് എന്താണ് അവർക്കൊരു കൈൻഡ് ഓഫ് ഫ്രീഡം കിട്ടി അവരുടെ ലൈഫിൽ. അതായത് ഒരു കൈൻഡ് ഓഫ് സെൻസ് ഓഫ് ലിബറേഷൻ അവരുടെ മൈൻഡിൽ അവർക്ക് ഫീൽ ചെയ്തു. അപ്പം അതിൻ്റെ ആ ഒരു കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ബ്രെന്റ്ലി മാലഡ്, അതായത് ലൂയിസിൻ്റെ ഹസ്ബൻഡ് മരിച്ചു ഒരു ട്രെയിൻ ആക്സിഡൻറ്റിൽ. ആ ന്യൂസ് ഇവർ അറിഞ്ഞു. ഇപ്പം ജോസഫീൻ ഇവരുടെ സിസ്റ്ററാണ്. ആ ന്യൂസ് ഇവരുടെ അടുത്ത് പതുക്കെ പറയുകയാണ് ചെയ്യുന്നത്, ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ലൂയിസിന് ഹാർട്ട് കണ്ടീഷൻ ഉള്ളതുകൊണ്ട് ജോസഫീൻ ഭയങ്കര സ്ലോ ആയിട്ടും ജെന്റിലായിട്ടുമാണ് ഈ ഒരു ന്യൂസ് ഇവരെ അറിയിച്ചത്. പിന്നെ ലൂയിസ് എന്ത് ചെയ്യാണ്, അവരുടെ റൂമിലോട്ട് ഇത് കേട്ടതും പോയി ഇമോഷൻസ് ഒക്കെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി. ഇനിഷ്യലി ഷീ ഫീൽസ് വെരി എന്താ പറയുക ഭയങ്കര സാഡായിട്ട് ഇവർക്ക് ഫീൽ ചെയ്തു. ബട്ട് സൂൺ ഷീ റിയലൈസസ് എന്താണ് സം കൈൻഡ് ഓഫ് റിലീഫ് അല്ലെങ്കിൽ ഫ്രീഡം ഇവർക്ക് പെട്ടെന്ന് ആദ്യം കുറച്ച് വിഷമം തോന്നിയെങ്കിലും പിന്നീട് അവർ ആ റൂമിലോട്ട് പോയി നിന്ന് ആലോചിച്ചപ്പോൾ ഇവരുടെ മൈൻഡിൽ പതുക്കെ ഒരു കൈൻഡ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ലിബറേഷൻ, ഒരു കൈൻഡ് ഓഫ് ആശ്വാസം അല്ലെങ്കിൽ റിലീഫ് തോന്നാൻ തുടങ്ങി. ആൻഡ് ലുക്കിംഗ് ഔട്ട് ഓഫ് എ വിൻഡോ ലൂയിസ് എന്താണ് ആ ഒരു ഫ്യൂച്ചർ അവർക്ക് ഇനി കിട്ടാൻ പോകുന്ന ഒരു ഇൻഡിപെൻഡന്റ് ലൈഫാണ്. ആ ഒരു ഫ്യൂച്ചറൊക്കെ ഇങ്ങനെ എൻവിഷൻ ചെയ്ത് ഇവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. ആൻഡ് ഷി വാസ് വിസ്പറിങ് ഫ്രീ ഫ്രീ ഫ്രീ. ഇതിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ വിസ്പർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആൻഡ് അവരുടെ മാരേജ് ഭയങ്കര ഒപ്രസീവ് ആയിട്ടുള്ളൊരു മാരേജ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ബ്രെന്റ്ലി ആയിട്ടുള്ള ആ ഒരു ലൈഫ് ഭയങ്കര ഒപ്രസീവ് ആയിരുന്നു. സോ എന്ത് ചെയ്യണം, ഇവർക്ക് ആ ഒരു മരിച്ച വാർത്ത കേട്ടപ്പം ഭയങ്കര ലിബറേറ്റഡ് ആയിട്ട് തോന്നി. അവർക്ക് ആ മാരേജിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ളൊരു വഴിയാണ്. ആൻഡ് അവർ സിസ്റ്ററിൻ്റെ അടുത്തോട്ട് സംസാരിക്കുക, അതായത് സിസ്റ്ററിൻ്റെ കൂടെ സ്റ്റേഴ്സ് എല്ലാം ഇങ്ങനെ ഇറങ്ങുമായിരുന്നു. ഭയങ്കര റെജുവനേറ്റഡ് ആയിട്ട്, അതായത് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് അവർക്ക് ആ ഒരു പെട്ടെന്ന് ഫീൽ ചെയ്തു. പക്ഷെ ആ സമയത്ത് എന്താണ് ബ്രെന്റ്ലി മാലഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുവാണ്. അയാൾക്ക് ഒരു കുഴപ്പമില്ല. അയാൾ എന്താണ് ഈ ആക്സിഡന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അയാൾ ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ ആക്സിഡന്റ് ഒന്നും പെട്ടില്ല. ഇയാൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല. അയാൾ ജസ്റ്റ് എന്താണ് നോർമൽ പോലെ ഇയാളുടെ വീട്ടിലോട്ട് വന്നു. ഷോക്ക്ഡ് ബൈ ആ ഹസ്ബൻഡ് സഡൻ റിട്ടേൺ ലൂയിസ് എന്ത് ചെയ്യാണ് കൊളാപ്സ് ചെയ്ത് അവരങ്ങ് മരിച്ചു. അപ്പോൾ ഡോക്ടേഴ്സ് എന്താണ് അതായത് ഡോക്ടേഴ്സ് പറയുന്നത് എന്താണ്, ഡോക്ടർ പറഞ്ഞ മരണ കാരണം സന്തോഷം കൊണ്ടുള്ള മരണമാണെന്ന്. അതായത് ആ ഹസ്ബൻഡിനെ കണ്ട സന്തോഷത്തിൽ ഇവർ എന്ത് ചെയ്യാണ് പിന്നെ മരിച്ചുപോയി എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അതായത് ഡെത്തിനെ ഡോക്ടേഴ്സ് വിശേഷിപ്പിച്ചത് ദ ജോയ് ദാറ്റ് കിൽസ് എന്ന്, അതായത് ഹാപ്പിനെസ് ദാറ്റ് കിൽസ്. അതായത് ആ ഹസ്ബൻഡ് തിരിച്ചു വന്ന ഹാപ്പിനെസ് ഇവരെ കൊന്നു എന്നാണ് പിന്നെ ഡോക്ടേഴ്സ് വിധി എഴുതിയത്. പക്ഷേ നമുക്കറിയാം എന്താണ് ഹസ്ബൻഡ് തിരിച്ചു വന്ന ആ ഷോക്കിലാണ് ഇവർ എന്ത് ചെയ്ത് കൊളാപ്സ് ചെയ്ത് മരിച്ചു പോയത്. അവർ അനുഭവിച്ച ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഡോക്ടേഴ്സിനും അറിയത്തില്ല, വേറെ ആർക്കും അറിയില്ല. ഇവരുടെ മൈൻഡിന് മാത്രമേ അറിയത്തുള്ളൂ. അതായത് ആ ഒരു ഒപ്രസീവ് മാരേജിൽ നിന്ന് രക്ഷപ്പെട്ട് അവർക്ക് ആ കിട്ടിയ റിലീഫ് കുറച്ച് നേരത്തേക്ക് അവരൊന്ന് എൻജോയ് ചെയ്ത് വൈൽ ഷി വാസ് എന്താ പറയുക ഡിസെൻഡിങ് ദ സ്റ്റെയർസ്, അതായത് സ്റ്റെയർസ് ഇറങ്ങി വരുന്ന സമയത്താണ് ഹസ്ബൻഡ് തിരിച്ചു കയറി വന്നത്. അത് കണ്ടതും ഷോക്കായിട്ട് ഇവർ കൊളാപ്സ് ചെയ്ത് വീണു. അപ്പോൾ ഇതിനകത്ത് വരുന്ന തീം എന്താണ്, ഫ്രീഡവും ഒപ്രഷനുമാണ് ഇതിനകത്ത് വരുന്ന തീം. അതായത് മാരേജിൻ്റെ ആ ഒരു റെസ്ട്രിക്ഷൻസും പേഴ്സണൽ ഫ്രീഡം ഇല്ലായ്മയുടെയും പേഴ്സണൽ ഫ്രീഡം വേണം എന്ന് പറഞ്ഞുള്ള ലൈഫായിരുന്നു ആരുടെയും നമ്മുടെ ലൂയിസിൻ്റെ. ഐറണി എന്താണ്, നമ്മുടെ ടൈറ്റിലും കൺക്ലൂഷനും എല്ലാം ആ ഒരു ഐറണിയാണ് കാണിക്കുന്നത് അല്ലേ. നമ്മുടെ ഐറണി എന്താണ്, ദ സ്റ്റോറി ഓഫ് ആൻ അവർ എന്നാണ് നമ്മുടെ ഒരു മണിക്കൂറിൽ നടന്നൊരു കഥ. എന്തൊക്കെയാ കഥയ്ക്കകത്ത് നടന്ന് സന്തോഷവും വന്നു, പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ് ദുഃഖത്തിലോട്ട് അങ്ങ് പോവുകയാണ്. അതായത് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞിരുന്ന ഫ്രീഡം പക്ഷേ പെട്ടെന്ന് എന്തിലാണ് എൻഡ് ചെയ്യുന്നത്, അവരുടെ ഡെത്തിലാണ് എൻഡ് ചെയ്തേക്കുന്നത്. ഓക്കെ,
പിന്നെ ഇതിനകത്ത് വരുന്ന തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജെൻഡർ റൂൾസ്, അതായത് അതായത് ഇവർ ഭയങ്കര ഒരു വല്ലാത്തൊരു മാരേജിലാണല്ലോ, അതുകൊണ്ടല്ലേ ഇവർക്ക് ഇയാളും ഭർത്താവ് മരിച്ചു പോയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷവും റിലീഫും ഒക്കെ തോന്നിയത്. സോ ഈ ഒരു കാര്യം വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് സിമ്പിൾസ് എന്ന് പറയുന്ന ഓപ്പൺ വിൻഡോ, ഇവർ ആ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടാണ് അവിടെ നിന്നാണ് അവർ ഫ്രീ 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 എന്ന് വിസ്പർ ചെയ്തുകൊണ്ടിരുന്നത്. ആ വിൻഡോ എന്ന് വെച്ചാൽ ഇവരുടെ ഫ്രീഡത്തിനെ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇവരുടെ ഫ്യൂച്ചറിനെയാണ് ഇവർ കണ്ടത്. ഓക്കെ. പിന്നെ ഹാർട്ട് ട്രബിൾ ഉണ്ട് ഇവർക്ക്. ലിറ്ററലായിട്ട് മെറ്റഫോറിക്കലായിട്ട് ലൂയിസിന് ഹാർട്ട് ട്രബിൾ ഉണ്ട്. അതായത് ലിറ്ററലി എന്താണ് അവർക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ട്, മെറ്റഫോറിക്കലി എന്താണ് അവർക്ക് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സ്ട്രഗിൾ ഉണ്ട്. ഈ ഒരു പന്ന മാരേജിൽ നിൽക്കുന്നതുകൊണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ തീം എന്താണ്? സെൻട്രൽ തീം എന്ന് പറയുന്നത് മാരേജിലുള്ള റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്, പിന്നെ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ പേഴ്സണൽ ഫ്രീഡം അത് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ എങ്ങനെയാണ് ഇതിനകത്ത് ഐറണി യൂസ് ചെയ്തിരിക്കുന്നത്? ഇതിനകത്ത് 2 ഐറണിയാണ് ഉള്ളത് നമുക്ക്. സിറ്റുവേഷണൽ ഐറണിയും ഉണ്ട്, ഡ്രമാറ്റിക് ഐറണിയും ഉണ്ട്. സിറ്റുവേഷണൽ ഐറണി എന്താണ്? ഇതിനകത്ത് ലോയിസിൻ്റെ ഡെത്ത് എന്ന് പറയുന്നത് സന്തോഷം കൊണ്ടല്ല, സങ്കടം കൊണ്ടാണെന്നാണ് നമുക്കറിയാം. പക്ഷേ ഡോക്ടേഴ്സ് വിചാരിക്കുന്നത് ഹസ്ബൻഡ് തിരിച്ചു വന്ന ആ ഒരു സന്തോഷത്തിന് മരിച്ചു എന്നാണ്. പക്ഷെ അവരുടെ ആ ഫ്രീഡം നഷ്ടപ്പെട്ട ഷോക്കിലാണ് അവർ മരിച്ചതെന്ന് അറിയത്തില്ല. അതാണ് സിറ്റുവേഷണൽ ഐറണി. ഡ്രമാറ്റിക് ഐറണി എന്താണ്? റീഡേഴ്സിന് അറിയാം ലോയിസിൻ്റെ തോട്ട്സ് എന്തൊക്കെയാണ് ഫ്രീഡത്തിനെ കുറിച്ച്. സോ അത് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന് അത് അറിയത്തില്ല. അതാണ് ഇവിടുത്തെ ഡ്രമാറ്റിക് ഐറണി എന്ന് പറയുന്നത്. ഇനി വാട്ട് ഡസ് ലൂയിസ് മെല്ലാർഡ്സ് റിയാക്ഷൻ ടു എ ഹസ്ബൻഡ്സ് ഡെത്ത് റിവീൽ അബൌട്ട് ഹെർ ക്യാരക്ടർ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇവർ ആദ്യമേ കുറച്ച് സാഡ്നെസ് ഉണ്ടെങ്കിലും പിന്നീട് അവർക്ക് റിലീഫാണ് തോന്നിയത്. സോ അതുകൊണ്ട് നമുക്ക് എങ്ങനെ വാട്ട് ക്യാൻ വി ഇൻഫർ ഫ്രം ഹർ ക്യാരക്ടർ? ആ ഒരു ഇതിനകത്തുനിന്നും അവരുടെ ക്യാരക്ടർ ഭയങ്കര ട്രാപ്ഡ് ആയിട്ട് ആ മാരേജിൽ കിടക്കുമായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ആദ്യം ഒരു വിഷമം വന്നെങ്കിലും പിന്നീട് അവർ സന്തോഷിച്ചത്. അവർക്ക് ആ ഫ്രീഡം വേണം അവരുടെ ആ ഒരു ലൈഫിൽ, അതിൻ്റെ ആ ഒരു ലോങ്ങിങ് ആണ് നമ്മൾ അതിനകത്ത് കണ്ട സന്തോഷമെന്ന് പറയുന്നത്. പിന്നെ ഈ സ്റ്റോറി സെറ്റ് ചെയ്തിരിക്കുന്നത് ലോയിസിൻ്റെ റൂമിലാണ് ആൻഡ് ഒരു ഓപ്പൺ വിൻഡോ ഉണ്ട്. ഞാൻ പറഞ്ഞു ഓപ്പൺ വിൻഡോ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ പറയണം. പിന്നെ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ നടക്കുന്ന പല ഈവൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. പിന്നെ സ്റ്റോറി എങ്ങനെയാണ് സൊസൈറ്റിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ മാരേജിൽ അതായത് ആ സ്ത്രീ മാരേജിൽ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ട്രഡീഷണൽ റോൾ ഓഫ് എ വൈഫ് അതാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ ഫ്രീഡം ഒന്നും ഇല്ലാതായിരിക്കും, ഇവർ പേഴ്സണൽ ഫ്രീഡം ഒന്നും കാണത്തില്ല അവർക്ക് മാരീഡ് ലൈഫിലെല്ലാം ഹസ്ബൻഡ് ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. അതാണ് ഹസ്ബൻഡ് മരിച്ചെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഇവർക്ക് പെട്ടെന്നൊരു റിലീഫ് തോന്നിയത്. ആൻഡ് ഡോക്ടേഴ്സ് പറഞ്ഞല്ലോ ദ ജോയ് ദാറ്റ് കിൽസ് എന്നും പറഞ്ഞു ഇവരുടെ മരണത്തിന് ശേഷം. അതിൻ്റെ മീനിങ് എന്താണ്? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഡെത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ ഹാപ്പിനെസ്, ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ആ ഫ്രീഡം കിട്ടത്തില്ലല്ലോ എന്നുള്ള ഷോക്കിലാണ് ഇവർ മരിച്ചത്. അപ്പോൾ അതാണ് ജോയ് ദാറ്റ് കിൽസ് എന്ന് പറയുന്നത്. 2 മീനിങ് ഉണ്ട്. ഡോക്ടേഴ്സ് പറഞ്ഞത് ഹസ്ബൻഡ് തിരിച്ചു വന്നതിൻ്റെ സന്തോഷത്തിൽ ഇവർ മരിച്ചെന്നാണ്, ആ എക്സൈറ്റ്മെൻറ്റിൽ. രണ്ടാമത് നമുക്കറിയാവുന്ന എന്താണ്, ലോയിസിൻ്റെ ആ ഒരു ഫ്രീഡം നഷ്ടപ്പെട്ടു എന്ന് ഇവർക്ക് മനസ്സിലായി ഹസ്ബൻഡ് തിരികെ വന്നപ്പോൾ. ആ ഷോക്കിലാണ് ഇവർ കൊളാപ്സ് ചെയ്ത് മരിച്ചത്. ഓക്കെ. അപ്പോൾ 2 ഇൻ്റർപ്രിട്ടേഷനും എഴുതിക്കോണം.